ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചെറിയ ചിക്കൻ കറീൻ്റെ വീഡിയോസാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. പിന്നെ ഇതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോസിനൊക്കെ നല്ല പ്രതികരണം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ആ വണ്ടിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മളിതാ ചിക്കൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു ചിക്കൻ നോക്കട്ടെ. ഇൻതാജിൻ്റെ ചിക്കൻ എടുക്കാം. ഈ ചിക്കൻ നമുക്കിവിടെ കട്ടിങ്ങിന് കൊടുക്കണം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കട്ടിങ്ങിനുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ കൊടുത്താൽ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും. പിന്നെ നമുക്ക് കൊണ്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കട്ടിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അവരുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സ്മോൾ പീസാക്കിയിട്ട് അവർ തരും. അങ്ങനെ നമുക്കിതാ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശേഷം റൂമിൽ അപ്പോൾ എല്ലാവരും സാധനങ്ങൾ മേടിച്ചൊക്കെ ഫുൾ സെറ്റാണ്. അപ്പം ഇനി നമുക്ക് ചിക്കൻ കറിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങാം. എല്ലാവരും കൂടെ നോക്കി. നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറച്ച് വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചപ്പും പുതിന്. പിന്നെ ഈ സാധനങ്ങൾ ഞാൻ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വല്യുള്ളി, തക്കാളി, പച്ചമുളക്, ചപ്പ്, കറിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കന് ഒന്ന് മേടിച്ചോണ്ട് ഈ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് നമുക്ക് ഈ വല്യുള്ളി ഒന്ന് വറുത്തെടുക്കാം. അതിന് നമുക്ക് ആദ്യം ചെയ്യണം എണ്ണയുണ്ട്. എണ്ണ ചൂടാക്കി എന്നാൽ നമുക്ക് വറുത്തെടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഉള്ളി സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊന്ന് നമുക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി,
കുറച്ച് ജീരകം, ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ആഡ് ചെയ്യുന്നത് പച്ചമുളക്, തക്കാളി, പിന്നെ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി. ഇത്ര സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ പിന്നെ ആ വല്ലുള്ളി ഒന്ന് വറുത്തതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു 2 hour നമ്മൾ റെസ്റ്റ് വെക്കണം. ആ ഉള്ളി ഇതാ നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ജസ്റ്റ് കോരി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്ച്ചോറ്, കുക്കർ നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമില്ല പട്ട, ഗ്രാമ്പു, ആവശ്യത്തിന് കുറച്ച് വെള്ളം പോരാ. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വരൽ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് മല്ലിയില. ഇനി ഇത് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് സെറ്റാണ്. അതേമാതിരി നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും സെറ്റാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച് ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് ചെറുതിയിലങ്ങ് വേകട്ടെ. നമ്മൾ നെയ്ച്ചോറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആഹാ, നെയ്ച്ചോറ് ഉഷാറായിട്ടുണ്ട്. നെയ്ച്ചോറ് ഒരു രക്ഷയില്ല, പൊളിയായിട്ട് കറക്റ്റ് വേവാണ്. ഇതിവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ ചിക്കൻ ചെറുതായിട്ട് കറക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ടാവും. അതിൽ കുറച്ച്
ഷപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞതാ. ഇനി ഫുഡ് വിളമ്പെല്ലാം പരിപാടിയിലാണ്. ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കനും. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ.